മാൾ. കൊള്ള ഗൈസ്, ഇതാണ് നമ്മുടെ മോള്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ അടുത്തുണ്ടല്ലോ ഫാസ്റ്റ് തന്നെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പൊ $2000 കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ മാളിന്റെ അകത്തേക്ക് കയറി ഗൈസ്. ഇത് നമുക്ക് മാളിന്റെ ഏരിയ മാത്രമേ ഉള്ളൂ. മാളിന്റെ അകത്ത് അറിയാലോ ഗൈസ്, പല പല ആൾക്കാർ വന്നാണ് ഷോപ്പ് ഒക്കെ ഓപ്പൺ ചെയ്തത്. നിങ്ങൾ ലുലു മാളിൽ അങ്ങനത്തെ വേറെ മാളുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവൂല. അപ്പൊ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒക്കെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഗൈസ്, സൂഷി ബാർ, കഫത്തീരിയ, കോസ്മെറ്റിക്സ്, ബർഗർ ഷോപ്പ്, ഇത് ജ്വല്ലറി എന്ന് തോന്നുന്നു. ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ ലെവലുകളുണ്ടല്ലോ ഗൈസ്, ആയാലാണ് നമുക്കിത് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈയിടെ ഇവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട്. ഇത് ശരിക്കും വർക്കാവുന്ന എസ്കലേറ്റർ ആണ്. ഇതിനകത്ത് നമ്മൾ കീറി നിൽക്കുവാണെങ്കിൽ അതേ ഗൈസ്, ഇത് ശരിക്കും വർക്കാവുന്ന എസ്കലേറ്റർ ആണ്. നമ്മളിവിടെ വെറുതെ നിന്നാ മതി. നേരെ നമ്മുടെ മേലിട്ട് കയറ്റിക്കൊണ്ടു. 2 നിലയുള്ള മാളാട്ടോ. മാളിന്റെ മേളത്തെ നിലയിലുണ്ടല്ലോ ഗൈസ് ഒരു സിനിമ തിയേറ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു തിയേറ്റർ മുതലാളി തിയേറ്റർ ബിസിനസ് ഒക്കെ വിറ്റിട്ടാണ് ഗൈസ് നമ്മൾ മാൾ ബിസിനസ് തുടങ്ങിയത്. അപ്പൊ മാളിന്റെ ഉള്ളിൽ നമുക്കൊരു തിയേറ്റർ വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളിപ്പോ ലെവൽ 1 ആണ്. നമ്മുടെ അടുത്തുണ്ടല്ലോ ഗൈസ് ഒരു ഫസ്റ്റത്തെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നേരെ താഴെയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരെ വന്നിട്ട് ഇതെന്താണ് ബിൽഡ് എ സ്റ്റോർ. നമ്മുടെ ഇവിടെ സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തോ ക്ലോസ്ഡ് ഉണ്ട്. എടാ ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഇവിടൊക്കെ എന്താണ് ടോയ്ലറ്റ്. എന്റെ പോയിന്റിയാ ഇത് നോക്കിയേ, മാളിലെ ടോയ്ലറ്റ് ഒക്കെ വേറെ ലെവലിട്ടാ. ഇത് പൊളിക്കും ഗൈസ്. എക്സിറ്റ് ഈ വഴി ഇപ്പൊ നമുക്ക് പുറത്തേട്ട് പോകാൻ പറ്റില്ലാട്ടാ. നമ്മുടെ ഇപ്പൊ തന്നെ തുടക്കം തന്നെ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ബിൽഡ് എ സ്റ്റോർ. നമുക്ക് ഏത് സ്റ്റോർ വേണമെങ്കിലും ഗൈസ്, എവിടെ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ അടുത്ത് തുടക്കം തന്നെ ക്ലോത്തിങ് സ്റ്റോർ ആണ് നമുക്ക് ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ലെവൽ 2 ആവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് നമുക്ക് സ്പോർട്സിന്റെ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ലെവൽ 3 ആവാണ് ടോയ് ഷോപ്പ്, പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റ്. ലെവൽ 5 ആവാണ് ഗെയിം സ്റ്റോർ, ടെക്സ് സ്റ്റോർ, കോസ്മെറ്റിക്സ്, കഫത്തീരിയ. എടാ ഇഷ്ടംപോലെ സ്റ്റോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തുടക്കം തന്നെ ഉണ്ടല്ലോടാ ക്ലോത്തിങ് സ്റ്റോർ ആണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ക്ലോത്തിങ് സ്റ്റോർ. ലെറ്റ്സ് ഗോ. $1000 എന്തെങ്കിലും $2K ഉണ്ടായി ഗൈസ്. അതിനകത്ത് $1000 കൊടുത്ത് നമ്മൾ ക്ലോത്തിങ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് അഡ്മിൻ ടാബ്ലറ്റ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ മാലിന്റെ മാനേജ്മെന്റിലായിട്ട് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളുണ്ടല്ലോ പ്രോഡക്ട്സ് ഒക്കെ അല്ലാതെ തന്നെ നമ്മൾ ഓർഡർ ചെയ്യണം നമ്മുടെ മാളിലായിട്ട്. മനസ്സിലായ? അപ്പൊ മാളിലുണ്ടല്ലോ ഗൈസ് വേറെ പണിക്കാരൊന്നുമില്ല. നമ്മളും മാൾ ഓപ്പൺ ചെയ്യണു, നമ്മൾ തന്നെ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യണു. ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ സാധാരണ മോളുകളിൽ നമ്മുടെ ബിൽഡിംഗ് മാത്രമേ നമ്മൾ ഓൺ ചെയ്യുള്ളൂ. അതിന്റെ ഉള്ളിലുള്ള മുറികളൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമല്ലോ ഗൈസ്. ഇതിനകത്ത് നമ്മൾ തന്നെയാണ് എല്ലാ ബിസിനസ്സും ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ അടുത്തുണ്ടല്ലോ ഗൈസ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ കയ്യിലുണ്ടല്ലോ ഗൈസ് $1K ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ജക്കോസ്റ്റ് എന്ന് പറഞ്ഞ ടീഷർട്ട് ആണത്, പിന്നെ ടാങ്ക് ടോപ്പ്, പിന്നെ വേറൊരു ടീഷർട്ട്. ഇത് ഓർഡർ ചെയ്യാൻ പറ്റും. നോ ഗൈസ് അത് കുറച്ച് എക്സ്ട്രാ പൈസ ആയിന്നാണ് എനിക്ക് തോന്നണം. ഇത് വേണ്ട. അപ്പോ ഇത് 3 നമുക്ക് ഓർഡർ ചെയ്താല ബോക്സിൽ 5 വീതം നമ്പർ യൂണിറ്റുകൾ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ബൈ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റത്തെ ഓർഡർ ഞാൻ എന്തായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെലിവറി. എടാ നമ്മളിത് ഓർഡർ ചെയ്തപ്പോ തന്നെ സാധനം ഇവിടെ വന്ന് ഇതേ കണ്ട. എന്നിട്ട് നമ്മളുണ്ടല്ലോ ഷാർട്ടാക്കി ഇവിടെ കൊണ്ടേ തൂക്കിടണം ഗൈസ്. ലെറ്റ്സ് ഗോ. എടാ ഇതിന്റെ പൈസ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇതിപ്പോ നമ്മളുണ്ടല്ലോ ഗൈസ് നമുക്ക് ഒരു ഷർട്ടിനുണ്ടല്ലോ ഗൈസ് ഈ ടീഷർട്ടിന് ഓനത്തിന് നമുക്ക് കോസ്റ്റ് ഒരു $45 ആണ്. നമ്മൾ $70 വിൽക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് $70 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഗൈസ് ഒരു $75 നമുക്ക് ഇടാം. അപ്പൊ നമ്മുടെ ഒരു ടീഷർട്ട് വിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് പ്രോഫിറ്റ് നോക്കിയാൽ $30 വെച്ച് കിട്ടും. ലെറ്റ്സ് ഗോ. ഓക്കെടാ മനസ്സിലായിട്ടുണ്ട്. അടുത്ത ടീഷർട്ട് യു ക്യാൻ പ്ലേസ് ഹിയറാ. ഇത് പിന്നെ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഒന്നത്തിന് നമുക്ക് ഒരു ടീഷർട്ടാണ് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇതുപോലത്തെ അടുത്ത ഹാങ്ങർ മേടിക്കണമെന്ന് തോന്നുന്നു. എന്നാലാണ് നെക്സ്റ്റ് ടീഷർട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്നല്ലോ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഗൈസ് എന്റെ വായിലെപ്പോഴും നമ്മുടെ മോള് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇനി വെയിറ്റ് ഫോർ ഫസ്റ്റ് കസ്റ്റമർ ഗൈസ്. നമ്മളിത് ഓപ്പൺ ചെയ്തുള്ളൂ. അപ്പൊ നിങ്ങൾ കസ്റ്റമേഴ്സോട് വന്നു തുടങ്ങി. ആകെ 5 ടീഷർട്ടാണ് നമ്മളവിടെ വിൽക്കാനിട്ടുള്ളൂ. ഇത് വിറ്റ് കഴിയുന്നില്ല ഗൈസ്. നമുക്ക് അടുത്തത് ഇങ്ങോട്ട് വിൽക്കാൻ വെക്കാം. എങ്ങനെയിരിക്കും കേട്ടോ. ഇപ്പൊ തന്നെ ഇതെല്ലാം വിറ്റ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് വിൽക്കാൻ നേരത്തെ നമുക്ക് അത്യാവശ്യം ലാഭം കിട്ടും. $30 വെച്ചാണ് ഓരോ ടീഷർട്ടിന് ലാഭം കിട്ടുന്നത്. 5 ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് $150 ലാഭം കിട്ടും. ദൈവം മേടിച്ച് 2 ടീഷർട്ട് മേടിച്ച് 3 മേടിച്ച് ഗൈസ്. ഇത് നമ്മൾ തന്നെ ബില്ലടിച്ച് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അതെ ഗൈസ് നമ്മൾ തന്നെ ബില്ലടിച്ച് കൊടുക്കണം, കാശ് മേടിക്കണം. എത്ര ഡോളറാണ് അവൻ തന്നത്? $266 തന്നാ. നമ്മള് ബാക്കി $41 ഉണ്ടല്ലോ ഗൈസ് കൊടുക്കണം. ഓക്കെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ടീഷർട്ട് നമ്മൾ മൊത്തം വിറ്റ് തീർത്ത്. ഇതിന് നമ്മൾ $14 ബാക്കി കൊടുക്കണം ഗൈസ്. എത്ര പെട്ടെന്നാണ് നമ്മുടെ ടീഷർട്ട് വിറ്റ് തീർത്തത്. അടുത്തത് ഇവിടെ കൂടെ തൂക്കിവിട്ടിട്ട് വിൽക്കാട്ട $40 അല്ല ഗൈസ്. ഇനി നമുക്ക് ഒരു $50 ഇടാം. എത്ര ഇട്ടാലും ടീഷർട്ട് വിറ്റ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ആൾക്കാർ വരും. എടാ തീടെ കാറിലൊക്കെയാണ് ഗൈസ് നമ്മുടെ മോളിലോട്ട് ആൾക്കാർ വരുന്നത്. എന്റെ അമ്മോ ഗൈസ് ഇത് പൊളിക്കുന്നതായിട്ട് എനിക്ക് തോന്നണേ. ഈ മോള് നമ്മൾ പൊളിക്കും ഗൈസ്. അയ്യോ പൊളിക്കും മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് സൂപ്പർ ആക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇത് തല്ലി പൊളിക്കുന്നല്ല. ഇത് അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നണ്ടാ. സർ വരൂ ടാങ്ക് ടോപ്പ് ആണ്. ഒരു 10 വീതം മേടിച്ചോണ്ട് പോകാൻ. അയ്യോ ഇവിടെ 5 ഉള്ളൂല്ലോ. ഓനാണ്
സാറ് മേടിച്ചോളൂ. 2 എണ്ണം മേടിച്ചു പുള്ളി, 3 എണ്ണം മേടിച്ചു പുള്ളി. പണ്ട് ആൾക്കാര് 2, 3 എണ്ണം വെച്ചിട്ട് സാധനങ്ങൾ മേടിക്കണത് ഇതെന്തായാലും നല്ലൊരു ഇതാണ് ഗൈസ്. കാർഡാണ് നമുക്ക് തന്നേക്കണത്. $150. യെസ്, ലെറ്റ്സ് ഗോ. അടുത്ത അമ്മച്ചി വന്നിട്ട് 2 ടോപ്പ് ഉണ്ട്, ടാങ്ക് ടോപ്പ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, അടുത്തൊരാൾ വന്നല്ല. അപ്പൊ ഇവിടെ വിൽക്കാനായിട്ട് സാധനമില്ല ഗൈസ്. കാർഡ് പേയ്മെന്റ് ആണ് $100. ലെറ്റ്സ് ഗോ. അയ്യോ, വേറെ ആൾക്കാർ വന്നിട്ട് ആൾക്കാർ തിരിച്ചു കൊടുക്കട്ടുമ്പോ നമുക്ക് പൈസ സെറ്റ് ആക്കണ്ടേ. $70 ഇടാം. അമ്മച്ചി ഓൾറെഡി സാധനം മേടിച്ചു. ഇനി നമ്മൾ $70 എനിക്ക് ബില്ലടിക്കണത്. ഞാൻ നോക്കട്ടെ. ഇല്ലടാ, $62. ആദ്യം കാണിച്ച പൈസ തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി വന്ന് മേടിക്കണ ഒരു ഇവിടെ ഉണ്ടല്ലോ ഗൈസ്, $70 ഈ ടീഷർട്ട് മേടിക്കുക. ഇതെന്തായാലും കൊള്ളാം ഗൈസ്. നമ്മൾ മാൾ ഓപ്പൺ ചെയ്തപ്പോ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടോ. നമ്മുടെ ക്ലോത്ത് സ്റ്റോറിൽ നമുക്ക് പേര് മാറ്റാൻ പറ്റും. പേര് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? പേര് മാറ്റേണ്ട ആവശ്യമില്ലെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അല്ലേ, പേര് മാറ്റിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? നമ്മൾ എന്ത് പേരിടാനാണ്? വേറെ ഏതെങ്കിലും പേര് നമുക്ക് കണ്ടുപിടിക്കേണ്ടി ഒരു ഇനി ഇടാനായിട്ട് 2 ടീഷർട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. $140. ബാക്കി $22 കൊടുക്കണം. എന്തിനാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പൈസ കൊണ്ട് തന്നെ $162 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് പൈസ തന്ന പോലെ $140 കാർഡ് പേയ്മെന്റ് ആവുമ്പോൾ നമ്മൾ നേരെ അടിച്ചു വിട്ടാൽ മതി ഗൈസ്. എന്റെ കയ്യിൽ ഇപ്പൊ $1.4K ഉണ്ട്. നമുക്കുണ്ടല്ലോ ഗൈസ് മറ്റേ ഇത് മേടിച്ചാലോ. ഈ ജാക്കറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തായാലും പൊളിക്കുന്നതാണ് ഗൈസ് എനിക്ക് തോന്നണേ. ജാക്കറ്റ് നമുക്ക് നല്ല പ്രോഫിറ്റിൽ മേ ബി വിൽക്കാൻ പറ്റുമായിരിക്കും. $100 അല്ല ഗൈസ്, നമ്മളൊരു $120 ഇട്ടിട്ടുണ്ട്. ഒരു ജാക്കറ്റ് വിൽക്കുമ്പോൾ നമുക്ക് $55 വെച്ച് ലാഭം കിട്ടും. രാത്രി 10 മണിയായി. ഇത്ര പെട്ടെന്ന് രാത്രി 10 മണി. രാത്രി 10 മണിയായി കഴിയുകയാണെങ്കിൽ പിന്നെ ആൾക്കാർ വരില്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരാളാട്ടോ വന്നോളൂ. നമുക്കുണ്ടല്ലോ ഗൈസ് ഈ സ്വിച്ച് ഉണ്ടല്ലോ, നമ്മൾ താഴ്ത്തുവാണെങ്കിൽ നമ്മുടെ മോള് നമ്മളുണ്ടല്ലോ ഇന്നത്തേക്ക് ക്ലോസ് ചെയ്യും. പക്ഷെ ഒരാളിങ്ങനെ ഉണ്ടല്ലോ ഗൈസ് ഇവിടെ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പുള്ളി ഒരു ജാക്കറ്റ് മേടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഗൈസ്, $120. എടാ ഇമാരിങ്ങനെയാണ് ഗൈസ് കറക്റ്റ് ഇതുപോലെ പൈസ കൊണ്ട് തന്നത്. ബാക്കി $26 നമ്മളുണ്ടല്ലോ ചേഞ്ച് കൊടുക്കാൻ പാകത്തിന്. എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഇന്നത്തെ മാള്. പ്രോഫിറ്റ് $887 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നൂബ്സ് മാള് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടയേർഡ് ഓഫ് സ്കാനിങ് ബാർകോഡ്സ്, ഹയർ എ കാഷ്യർ. ഒരു കാഷ്യറിനെ ഹയർ ചെയ്യണമെന്ന് നമ്മുടെ ചോദിച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഹയർ ചെയ്യേണ്ടി വരും ഗൈസ്. മാൾ മാനേജ്മെന്റ് നമുക്ക് പോണി. ഫർണിച്ചറിലുണ്ടല്ലോ ഗൈസ് നമുക്ക് ഡ്രസ് ക്ലോത്ത് ഹാങ്ങർ നമുക്ക് $300. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് ഓരോ സ്റ്റോറിൽ നിന്നുണ്ടല്ലോ ഗൈസ് നമുക്ക് സെപ്പറേറ്റ് സാധനങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. $1,000 കൊടുക്കൂടി നമുക്ക് വേറെ ലൈസൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. വേറെ പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റൂടാ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടല്ലോ ഗൈസ്, അത്രയ്ക്ക് വലിയ ഏരിയ അല്ലേ ഇത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഹാങ്ങർ ഇങ്ങനെ. ഇതെന്തിനാണ് ഇവിടെ കിടക്കണതില്ലേ? നമുക്കിത് പുറത്തേട്ട് ഈ പുറത്തു വല്ലതും പോയി കിടക്ക്. ക്ലോത്ത് സ്റ്റോറിന്റെ ഉള്ളിൽ എന്തിനാലേ നമുക്ക് ഇത് സ്റ്റോറേജ് ഏരിയ. നമുക്ക് ഇവിടെ സാധനങ്ങളുണ്ടല്ലോ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഞാനെന്തായാലും നമ്മുടെ മോൾ ഉണ്ടല്ലോ ഗൈസ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ പരസ്യമുണ്ട് ഗൈസ് 50% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേട്ടെ നമ്മളുണ്ടല്ലോ ഗൈസ് $60 സാധനമൊക്കെ $120 മറച്ചടിക്കുകയാണ് ഇവിടെ സാധനങ്ങൾ. അപ്പോഴാണ് 50% ഡിസ്കൗണ്ട് എന്നൊക്കെ. എല്ലാ തുണിക്കടയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ്. നമ്മളെ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കും. എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് 50% ഡിസ്കൗണ്ട് എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും 10-200% പൈസ കൂടുതൽ വെച്ചിട്ടായിരിക്കും 50% ഡിസ്കൗണ്ട് തന്നത്. അതാണ് റിയാലിറ്റി. ഒരു 2-3 ജാക്കറ്റ് ഒക്കെ വെച്ച് ആൾക്കാർ മേടിച്ചോണ്ട് പോവാർന്നെങ്കിൽ അതെ അവൻ 2 ജാക്കറ്റ് മേടിച്ച്. സിറ്റ് 2 ജാക്കറ്റ് മേടിച്ചടാ. $240. ബാക്കി $4. എടി $240 എന്തിനാണ് അവര് $244 തന്നേക്കണത്? അവന് $4 കയ്യിൽ വെച്ചിട്ട് $240 തന്നാ പോരൊക്കെ. പക്ഷെ അതൊന്നും അവർക്ക് പറ്റില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇയാള് 2 ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. കാർഡാണ് $240. ഒരു ക്യാഷ്യർ അങ്ങനെ നമുക്ക് $500 ആവും ഗൈസ്. നമുക്ക് ഫ്യൂച്ചറിൽ വെച്ചാൽ പോലെ ക്യാഷ്യറിനൊക്കെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത 2 ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കാർഡ് $240. ലെറ്റ്സ് ഗോ. നമ്മള് ലെവൽ 2 ആയി ഗൈസ്. നമ്മുടെ മോളിൽ നമ്മള് ലെവൽ 2 ആയി. ലെറ്റ്സ് ഗോ. അങ്ങനെ ഫൈനലി എനിക്ക് തോന്നുന്നത് നമ്മുടെ മാളുണ്ടല്ലോ ഗൈസ് നമുക്ക് നെക്സ്റ്റ് മുറി ഓപ്പൺ ചെയ്യാറായി എന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റോർ കൂടെ നമുക്ക് നമ്മുടെ മോളില് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ ബിൽഡ് സ്റ്റോർ, വേറൊരു പുതിയ സ്റ്റോർ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. എന്ത് സ്റ്റോർ? ഇവിടെ ക്ലോത്തിങ് സ്റ്റോർ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അടുത്ത സ്റ്റോർ ഞാൻ അൺലോക്ക് ചെയ്യട്ടാ. സ്പോർട്സിന്റെ സ്റ്റോർ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഞാൻ എന്തായാലും സ്പോർട്സിന്റെ സ്റ്റോർ കൂടെ ഞാൻ ഇവിടെ ഗൈസ് നമുക്ക് ഇവിടെ സ്പോർട്സിന്റെ സാധനങ്ങളുടെ മേടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റും. ഓ മൈ ഗോഡ് ഗൈസ്, ഇതിന്റെ $967 ഉള്ളൂടാ. സ്പോർട്സിന്റെ അകത്ത് നമുക്ക് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇതിനകത്ത് പ്രോഡക്ട്സിൽ പോയ പോലെ നമുക്ക് ഫുട്ബോളും ബാക്കി വോളിബോളും ബാസ്കറ്റ് ബോളൊക്കെ നമുക്ക് നമ്മുടെ സ്പോർട്സ് സ്റ്റോറിൽ കൊണ്ട് വിൽക്കാൻ പറ്റൂട്ടോ. പക്ഷെ നമുക്കിപ്പോ തൽക്കാലം ക്ലോത്തിങ്ങിന്റെ തന്നെ ഉണ്ടല്ലോടാ ഈ സാധനങ്ങൾ. ഇപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ ഉണ്ടല്ലോ നമുക്ക് മറച്ച്
തിരിച്ചടിക്കാം, എന്നാലാണ് കളി നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോൾ മേടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ നിസ്സാര പൈസ ഉള്ളൂ. ഈ പൈസ പോരാൻ നമുക്ക് $120 എന്ന് കഴിഞ്ഞാൽ 130 ആക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ നോക്കട്ടെ ഗൈസ്. ആരെങ്കിലും വന്ന് മേടിക്കുമെന്ന്. ഇനി അല്ലെങ്കിൽ ടു എക്സ്പെൻസീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ പോകുമെന്ന് നോക്കട്ടെ. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഗൈസ്, ഫുട്ബോൾ മേടിച്ച് കൊണ്ടുപോയിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. പൈസ ഉണ്ടെങ്കിലേ നമുക്ക് എന്തായാലും മേടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ലോൺ എടുക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ. ഓ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റും. $5000 നമുക്ക് വേണ്ടി ലോൺ എടുക്കാൻ ഗൈസ്. ഓ, 3 ദിവസം കൊണ്ട് തിരിച്ചടക്കാൻ പറ്റില്ല. 30 ദിവസത്തെ ലെങ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ തിരിച്ചടവ് കണ്ട നമുക്ക് 9056, ഓൾമോസ്റ്റ് ഡബിൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓ മൈ ഗോഡ് ഗൈസ്, ഒരു ടീഷർട്ട് ഇയാൾ മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. കൊള്ളാം ഗൈസ്, നല്ല ലാഭമുണ്ട്, നല്ല ലാഭമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ അധികം ആൾക്കാരുണ്ടല്ലോ ഗൈസ്. ഷോപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഷോപ്പ് അല്ല, നമ്മുടെ മോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ തുടക്കം തന്നെ നമുക്ക് നമ്മുടെ ക്ലോത്ത് സ്റ്റോറിലേട്ടും നമ്മുടെ സ്പോർട്സ് സ്റ്റോറിലേട്ടും ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങ് ഓർഡർ ചെയ്ത് അങ്ങ് വയ്ക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ ഗൈസ്, എല്ലാം ഓർഡർ ചെയ്ത് വച്ചേക്കാം. $6400 സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലോത്ത് സ്റ്റോറിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പുതിയൊരു ലൈസൻസ് മേടിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ജീൻസ്, സിൽക്ക് ജാക്കറ്റ്, ദുബായ് ടീഷർട്ട് ഒക്കെ കൊണ്ട് വെക്കാനുള്ള സംഗതികൾ കിട്ടിയായിരുന്നു ഗൈസ്. അപ്പോ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ബാക്കി ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ എല്ലാം ആയി തന്നെ നമുക്ക് സ്റ്റോക്ക് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ മാൾ എന്തായാലും ഉണ്ടല്ലോ ഗൈസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഇവർ കീറി വന്ന് കഴിയാൻ നേരത്തില്ലല്ലോ ഇവിടെ സ്റ്റോക്കുകളൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തുടക്കം തന്നെ തുണികളെല്ലാം മേടിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുപോയി സെറ്റ് ആക്കാം. ജാക്കറ്റ് നല്ല മൂവിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഗൈസ്. എത്ര ജാക്കറ്റ് മേടിച്ചു വെച്ചാലും പെട്ടെന്ന് തന്നെ സംഗതി തീരും. പിന്നെ തീരാത്ത സാധനമൊക്കെ നമ്മൾ അല്ലാതെ തന്നെ തീർക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പോ ഇനി നമ്മുടെ ഉണ്ടല്ലോ സ്പോർട്സ് സ്റ്റോറിലും കൂടെ സാധനങ്ങൾ അങ്ങ് നിറച്ചു വെച്ചേക്കട്ടെ. ഓ, മേളിൽ ഷൂ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ താഴത്ത് വെക്കും ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാസ്കറ്റ് ബോളിന്റെ സാധനം ഉണ്ട്. ബാസ്കറ്റ് ബോൾ ഇപ്പൊ ഇവിടെ വെക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, അടിപൊളി. ബാസ്കറ്റ് ബോൾ ഇപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഈ ബോൾ എന്തായാലും യെസ്, റഗ്ബിയുടെ ബോൾ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. പിന്നെ ഫുട്ബോൾ ഉണ്ട്, ഫുട്ബോൾ കൂടെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. യെസ്, ലെറ്റ്സ് ഗോ. സാധനങ്ങളെല്ലാം നമ്മൾ നിറച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ മോള് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇപ്പൊ നമ്മൾ ലെവൽ 3 ആയി ഗൈസ്. നമുക്ക് പുതിയൊരു സ്റ്റോറും കൂടെ നമ്മുടെ മോളിലുണ്ടല്ലോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോ നമുക്ക് 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്നല്ലേ നമുക്ക് ടോയ് സ്റ്റോർ അൺലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ ഗൈസ് ഒരു സൂപ്പർ മാർക്കറ്റ് അൺലോക്ക് ചെയ്യാം. ഇവിടെ ഓൾറെഡി സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. അത് ലെവൽ 6 ആകുമ്പോഴാണ് സൂപ്പർ മാർക്കറ്റ് അൺലോക്ക് ആവുമെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നണേ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഗൈസ് $5000 കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ ടോയ് ഷോപ്പ് നമുക്ക് അൺലോക്ക് ചെയ്യാം. മച്ച് മോർ കസ്റ്റമർ, കൂടുതൽ കസ്റ്റമർ നമ്മൾ ടോയ് സ്റ്റോർ ഉണ്ടല്ലോ ഗൈസ്, ടോയ് ഷോപ്പ് നമ്മളിവിടെ വെക്കുകയാണെങ്കിൽ കൂടുതൽ കസ്റ്റമർ വരും. അപ്പൊ ഗൈസ് നമുക്ക് എന്തുകൊണ്ട് ടോയ് ഷോപ്പ് വെക്കണേനല്ലേ നല്ലത്. അതുകൊണ്ട് ഞാനിവിടെ ടോയ് ഷോപ്പ് $5000 കൊടുത്ത് സെറ്റ് ചെയ്തടാ. ഓ മൈ ഗോഡ്. എനിക്ക് എന്റെ സ്പോർട്സ് സ്റ്റോറിലുണ്ടല്ലോ ഒരു ക്യാഷ്യറിനെ ഇവിടെ വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ ബാക്കിയുള്ള പരിപാടികളും നമ്മൾ കറക്റ്റ് ആയിട്ട് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഉണ്ടല്ലോ ഇനി ടോയ് ഷോപ്പ് നമ്മൾ സെറ്റ് ആക്കണ്ടേ. അതിനിടയ്ക്ക് ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർ വരുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ട് ബില്ലടിച്ച് കൊടുക്കാനായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂ ഗൈസ്. ഞാൻ എന്തായാലും ഉണ്ടല്ലോ സ്പോർട്സ് മാർക്കറ്റിൽ വർക്കേഴ്സ് ഉണ്ട്. നമുക്ക് ക്യാഷ്യറിന് $1500 കൊടുക്കണം ഗൈസ് നമ്മുടെ സ്പോർട്സ് സ്റ്റോറില്. അപ്പൊ ഞാൻ എന്തായാലും വച്ചിട്ടുണ്ട് ഗൈസ്. വയ്ക്കാതെ ഒരു നടപടിയില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ ഇയാളെല്ലാത്തിനും ബില്ലടിച്ച് കൊടുത്തോളും. നമുക്ക് ഇനി അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തായാലും നമുക്ക് ടോയ് ഷോപ്പിലിട്ടുണ്ടല്ലോ ഗൈസ് കുറച്ച് പ്രോഡക്റ്റുകൾ നമുക്ക് മേടിച്ചങ്ങ് വെക്കാം. ലൈസൻസ് അല്ല, പ്രോഡക്റ്റ്. തുടക്കം തന്നെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്? ബെല്ലാഡോൾ ഉണ്ട്, വേൾഡ് ഡാസല. അതെന്താണ് ഗൈസ്? വേൾഡ് ഡാസൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. സേഗോ ബ്ലോക്കാ എനിക്ക് തോന്നുന്നു. മറ്റേ ലെഗോസ് ഇല്ലേ, ലെഗോസ് ആണെന്ന് തോന്നുന്നു. അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ടോട്ടൽ $450 ആവുള്ളൂ. അത്രയും ഡോളറിന്റെ സാധനം എന്തായാലും ഞാൻ മേടിച്ച് ഗൈസ്. സാധനം ഇവിടെ തന്നെ വരും. എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ വെച്ചാൽ മതി. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഈ സാധനം ഇവിടെ വയ്ക്കാൻ പറ്റുമോ? ലെറ്റ്സ് ഗോ. ഇതിന് നമുക്ക് ആദ്യം തന്നെ പൈസ സെറ്റ് ചെയ്യണം. കോസ്റ്റ് $35. നമ്മൾ പ്രൈസ് ഇട്ടേക്കണം $110 ആണ് ഗൈസ്. മാർക്കറ്റ് പ്രൈസ് $110 ആണ്. അങ്ങനെയാണ് ഞാൻ $120 ഇട്ടു. താഴത്തേന് ഗൈസ് നമ്മൾ ഒടുക്കത്തെ പൈസക്കായിട്ട് ഈ സാധനങ്ങൾ വിൽക്കണത്. എന്റെ അമ്മോ ഗൈസ്, നമ്മൾ കൊള്ള ലാഭത്തിനാണ് സാധനം വിൽക്കണത്. നമ്മൾ നല്ല പൈസ ആയിട്ട് ഇതിന് ചാർജ് ചെയ്യണത്. എന്റെ അമ്മേ ഗൈസ്, ഇതിനകത്ത് നമ്മൾ ഒത്തിരി പൈസ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് നമ്മൾ കാശ് വാരും ഗൈസ്. അങ്ങനെയാണ് ഞാൻ കുറച്ച് ബെല്ലാഡോളും ഇതും ഒന്നോടെ അങ്ങ് ഓർഡർ ചെയ്ത് നമുക്ക് ഇവിടെ കയറ്റി അങ്ങ് വെക്കാട്ടാ. കാരണം സാധനം മേടിക്കാൻ വേണ്ടി ആൾക്കാര് വന്നോളുന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. കണ്ട ഇപ്പൊ തന്നെ ഇവിടെ സാധനങ്ങൾ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. യു ക്യാൻ പ്ലേസ് ഹിയർ. ഓ, ഇത് നമ്മൾ ഇതിന്റെ താഴ്ത്തു വെക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ മൊത്തം അങ്ങ് സെറ്റ് ആക്കാം. പിന്നെ താഴ്ത്തിങ്ങനെ ആയിട്ട് അങ്ങ് വെച്ചോ. ഓ ഗൈസ്, സെറ്റ്. പക്ഷേ ടോയ് ഷോപ്പിലിട്ട് ആൾക്കാർ വന്നു തുടങ്ങി ഗൈസ്. ടോയ് ഷോപ്പിലിട്ട് ആൾക്കാർ വന്നു തുടങ്ങി. നമ്മൾ ഓൾമോസ്റ്റ് ലെവൽ 4 ആയിട്ടുണ്ട്. ലെവൽ 4 ആകുമ്പോൾ നമുക്ക് ഇവിടെ വേറൊരു സ്റ്റോർ കൂടെ അൺലോക്ക് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഇന്ന് കാശ് വാരും ഗൈസ്. ഇന്ന് തൊട്ട് നമ്മൾ കാശ് വാരുന്നതായിരിക്കും. അമ്മച്ചി ഒരു 2-3 പാവയൊക്കെ വെച്ച് എടുക്ക്. ടോയ് 2 എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കൊള്ളാം. ഓ, നമ്മൾ ലെവൽ
4 ആയി. നമുക്ക് നെക്സ്റ്റ് സ്റ്റോർ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് മോസ്റ്റ് ചീപ്പസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ലെവൽ 5 ആവുമ്പോൾ നമുക്ക് ഗെയിം സ്റ്റോർ അൺലോക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഇവിടെ സൂപ്പർ മാർക്കറ്റുകളെ ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി ഇവിടെ സൂപ്പർ മാർക്കറ്റ് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റ് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ടോയ് വാങ്ങിക്കാനായിട്ട് അധികം ആൾക്കാർ ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. ഒത്തിരി ആൾക്കാർ വരും. മോസ്റ്റ് പോപ്പുലർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങടെ ആൾക്കാർ ഇങ്ങോട്ട് കാണണല്ലോ ഗൈസ്. അതെന്താണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും കുറച്ച് സാധനങ്ങൾ മേടിച്ചു വെക്കാം. സോൾട്ട് ഉണ്ട്, പാസ്ത ഉണ്ട്, ടൊമാറ്റോ സോസ് എല്ലാം ഈ രണ്ടെണ്ണം വെച്ച് മേടിച്ചേക്കാം ഗൈസ്. അല്ലേ ബൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇവിടെ എല്ലാം കയറ്റി അങ്ങ് വെക്കാൻ പറ്റില്ല ഗൈസ്. വെക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തൽക്കാലത്തായിട്ട് കുറച്ച് ഐറ്റംസ് ആണ് ഗൈസ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ എല്ലാത്തിന്റെ ലൈസൻസ് മേടിക്കും. അപ്പൊ നമുക്ക് എന്തോരം വേണമെങ്കിലും സാധനം ഓർഡർ ചെയ്യാലോ ഗൈസ്. അതാണ് നമ്മളിപ്പോഴും കൊള്ള ലാഭത്തിലായിട്ട് സാധനങ്ങൾ വിൽക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് $75 സാധനമൊക്കെ നമ്മൾ $85 ആക്കും. ഇത് തന്നെ വിൽക്കുവാണെങ്കിലോ ഗൈസ് നമുക്ക് $55 പ്രോഫിറ്റ് കിട്ടണേ. അത്രയും കൊള്ള ലാഭത്തിലാണ് നമ്മളെല്ലാം വിറ്റുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് പിന്നെ ലാഭം വേണ്ട. ടോയ് ഷോപ്പിൽ ആൾക്കാർ വന്നിട്ടുണ്ട്, ബില്ലടിച്ചു കൊടുക്കട്ടെ ഗൈസ്. നമ്മുടെ മറ്റേ ക്ലോത്ത് സ്റ്റോറിലും സ്പോർട്സ് സ്റ്റോറിലും വന്നൊരു ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഈ ടോയ് ഷോപ്പിലൊന്നും അങ്ങനെ അധികം വന്നില്ല കേട്ടോ. അതെന്താണ് അങ്ങനെ? നമ്മുടെ പുതിയതായിട്ട് ഒരു മാളാലോ അത് ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് ഇങ്ങോട്ട് വന്നുള്ളൂ എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. കുറച്ച് നാളെ കഴിയുമ്പോൾ എന്തായാലും സെറ്റ് ആവുമായിരിക്കണം അല്ലേ? സെറ്റ് ആവും. സെറ്റ് ആവാണ്ട് പിന്നെ എവിടെ പോവാൻ? ഇതേ കണ്ട ഇവിടുത്തെ ജാക്കറ്റ് പെട്ടെന്ന് തീരാണ് ഗൈസ്. ജാക്കറ്റ് നമുക്ക് ഭയങ്കര ഡിമാൻഡുള്ള സാധനം കേട്ടോ. ആൾക്കാർ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാക്കറ്റ് മേടിക്കണ്ട്. ഓ രാത്രി 10 മണി. എടാ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ഫസ്റ്റ് കസ്റ്റമർ. ഓ ലെറ്റ്സ് ഗോ. പുള്ളി എന്തൊക്കെയോ മേടിച്ചു ഗൈസ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ആദ്യത്തെ കസ്റ്റമർ ആണ്. ഓ 2 എന്തോ സോസ് മേടിച്ചിട്ടുണ്ട്, ഒരു സോൾട്ട് മേടിച്ചിട്ടുണ്ട്. ഓ സെറ്റ് $230. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ആദ്യത്തെ കസ്റ്റമർ ആട്ടോ ഗൈസ്. ഇത് നമ്മൾ ഇന്നിന്റെ 2 പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്തല്ലേ. ടോയ് ഷോപ്പ് ഓപ്പൺ ചെയ്തു, നമ്മൾ പിന്നെ ഇത് സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതെന്തായാലും കൊള്ളാം ഗൈസ്. മോള് തുടങ്ങിയ പിന്നെ നമുക്ക് നല്ല മൂവിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ടോയ് ഷോപ്പിലാണെങ്കിൽ ആൾക്കാർ വരണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അധികം ആൾക്കാർ വന്നില്ല. അതെന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. വന്ന ആൾക്കാരാണെങ്കിൽ ഒരു പാവയൊക്കെ വെച്ച് മേടിച്ചിട്ടാണ് ഗൈസ് പോണുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത്ര ആൾക്കാർ വന്നില്ല കേട്ടോ. കുഡിൻ ഫൈൻഡ് RC കാർ. ഓ RC കാറൊക്കെ നമ്മൾ ഇതിനകത്ത് മേടിച്ച് വെച്ചാലാണ് ഇനി കൂടുതൽ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് തോന്നുന്നു. ചിലപ്പോ അങ്ങനെയായിരിക്കും ഗൈസ്. അതായിരിക്കും. നമുക്ക് പാർക്കിംഗ് ഫീസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ട്. $231. ഇവിടുന്ന് $233. അപ്പുറത്തായിട്ട് കിട്ടില്ല ഗൈസ്. അവിടെ അൺലോക്ക് നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്തായാലും കിട്ടില്ല. ഇവിടെ നിന്ന് നമുക്ക് പൈസ 192. ഇവിടെ നിന്ന് 192. ഇത് കക്കൂസി പോണേന്റെ പൈസ തോന്നുന്നു ഗൈസ്. നമ്മൾ കക്കൂസി പോണേന്റെ പൈസ ഇവിടെ ചാർജ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ ഉണ്ടല്ലോ ഗൈസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നേരെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് നഷ്ടമാണ് ഗൈസ് വന്നേക്കുന്നത് $6846. കാരണം നമ്മൾ 2 ഷോപ്പ് പുതിയത് ഓപ്പൺ ചെയ്തില്ലേ, അതുകൊണ്ടാണ് നഷ്ടം വന്നത്. വാണ്ട് മോർ കസ്റ്റമർ, ന്യൂ ലൈസൻസിങ് ബ്രിങ് ന്യൂ കസ്റ്റമർ. നമുക്ക് പുതിയ ലൈസൻസിംഗ് ഒക്കെ മേടിക്കണം. എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്. അതിനു മുമ്പ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് സെറ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് പുതിയ ലൈസൻസിംഗ് മേടിക്കാം. കാരണം ഇപ്പോഴും ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും നമുക്ക് സെല്ലാവാനുണ്ട്. നമ്മുടെ ഏരിയ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ലൈസൻസ് മേടിച്ചാൽ പോരെ. അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നണേ. ദുബായ് ടീഷർട്ടൊക്കെ ഇത് കണ്ട് ഇപ്പോഴും ഇവിടെ ബാക്കി ഇരിക്കണ്ട്. നമ്മുടെ ഏരിയ നമുക്ക് ഉണ്ടല്ലോ ഗൈസ് ഒന്ന് കൂട്ടാം. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ലൈസൻസ് മേടിക്കാം. ജീൻസ് നല്ല മൂവിങ് ഉണ്ടെന്നാട്ടോ എനിക്ക് തോന്നണേ. ജീൻസ് ഒത്തിരി സാധനം സെല്ല് ചെയ്ത് പോകുന്നുണ്ട് ഗൈസ്. ഈ ടീഷർട്ട് എന്തായാലും സെല്ല് ചെയ്ത് പോകാം. അതെന്താന്ന് എനിക്കറിയില്ല. ആ ടീഷർട്ട് സെല്ല് ചെയ്ത് പോവാത്ത ജാക്കറ്റ് പിന്നെ അറിയാലോ എപ്പോഴാണെങ്കിലും പ്രോഡക്റ്റ് വിറ്റ് പൊക്കോളും. ഓക്കെ ക്ലോത്ത് സ്റ്റോറിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ സ്പോർട്സിന്റെ സ്റ്റോറില് സുഹൃത്തുക്കളെ സ്പോർട്സ് സ്റ്റോറിൽ എല്ലാ സാധനങ്ങളും ഞാൻ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് കിഡ്സിന്റെ ടോയ് ഷോപ്പിൽ ഇങ്ങനെ നമ്മൾ സാധനങ്ങൾ നിറച്ചാൽ മതി. സംഗതി സെറ്റാണ്. എടാ സാധനങ്ങളൊന്നും അധികം ആൾക്കാർ മേടിക്കണില്ല കേട്ടോ. ടോയ് ഷോപ്പിൽ അധികം ആൾക്കാരൊക്കെ വരുന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടി ധൈര്യപ്പെട്ടത്. പക്ഷെ ഇവിടെ ആരും വന്നില്ല. എന്തായാലും എല്ലാ സംഗതികളും സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മോള് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 2 സ്ഥലത്ത് നമ്മൾ തന്നെ ബില്ല് അടിക്കണം കേട്ടോ. സൂപ്പർ മാർക്കറ്റിലും ടോയ് സ്റ്റോറിലും. അപ്പൊ ക്ലോത്ത് സ്റ്റോർ നമുക്ക് നൈസ് ആയിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്താലോ ഗൈസ്. ഫർണിച്ചർ അല്ല നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എത്ര $1 വേണം? $4500 വേണം. ഏരിയ ഉണ്ടല്ലോ ഗൈസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പൈസ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എക്സ്പാൻഡ് ചെയ്തു. ഓ ഇപ്പൊ അത്യാവശ്യം സ്പേസ് ഒക്കെ ആയി വരണ്ട. ഇത് നമുക്കുണ്ടല്ലോ ഗൈസ് ബാക്കിലോട്ട് ഇറക്കി വെക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു സാധനം നമുക്ക് മാറ്റാൻ പറ്റൂട്ടോ ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ സെറ്റ്. ഇപ്പൊ ഏരിയ ഇൻക്രീസ് ആയിട്ടുണ്ട്. നമുക്ക് സംഗതികളൊക്കെ ഇനി കൂടുതലൊക്കെ സെറ്റ് ആക്കാൻ പറ്റും. ഫർണിച്ചറിൽ നമുക്ക് ഹാങ്ങർ നമുക്ക് എടുക്കാം. ഒരു ക്ലോത്തിങ് ടേബിൾ നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് ഒരു വെർട്ടിക്കൽ ക്ലോത്ത് ഷെൽഫ് ഉണ്ട് ഗൈസ്. അതിങ്ങോട്ട് നമുക്ക് മേടിക്കാം. $2800 ചെലവാവും. പക്ഷെ നമ്മൾ മേടിച്ച് ഗൈസ്. ഈ വെർട്ടിക്കൽ ക്ലോത്തിന്റെ സാധനം ഇവിടെ ഇരുന്നോട്ടെ. ഒരു ക്ലോത്തിങ് ടേബിൾ ഉണ്ട് ഗൈസ്. അത് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. നെക്സ്റ്റ് എവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഹാങ്ങർ ഉണ്ട് ഗൈസ്. അടുത്ത ഹാങ്ങർ നമുക്ക് ഇതിനോട് ഇങ്ങനെ ചേർത്ത് നൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മുടെ ഇപ്പുറത്തെ സ്റ്റോറിലെ ടോയ് ഷോപ്പിലൊക്കെ ആൾക്കാർ ഓൾറെഡി വന്ന് 2 പേരാണ് ഗൈസ് ഇതിട്ട് വന്നിട്ടുള്ളൂ. അത്രയ്ക്ക് നമ്മള് എൻജോയ് ചെയ്യേണ്ട ആവശ്യമില്ല.
സൂപ്പർ മാർക്കറ്റിൽ ഒരു അമ്മച്ചി ബില്ലടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പെട്ടെന്ന് അടിച്ചു കൊടുക്കട്ടെ. ഒരു സോസ് മാത്രം അമ്മച്ചി മേടിച്ചോളൂ. അത് കഷ്ടാണ്. എന്തെങ്കിലും കൂടി കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പാടില്ല ഇവർക്ക് അല്ലേ ഗൈസ്? അതെ ഗൈസ്, അമ്മച്ചി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നേക്കാണ് ടോയ്സ് മേടിക്കാൻ വേണ്ടി. അമ്മച്ചിയുടെ കയ്യിൽ ഇപ്പൊ 3 കവർ കണ്ട ഗൈസ്. അമ്മച്ചി 3 സ്റ്റോറിൽ കയറി സാധനങ്ങൾ മേടിക്കാണ്. അതാണ് നമ്മളൊരു മോള് നടത്തിയാലുള്ള ഗുണം. എല്ലാവരും എല്ലാ സ്ഥലത്ത് കയറി ഓരോ കാര്യങ്ങളൊക്കെ മേടിച്ചോളൂ. കണ്ട ഈ അമ്മച്ചി അതെ ഗൈസ്, നമ്മുടെ ഇവിടെ വീണ്ടും സാധനങ്ങൾ മേടിച്ചേക്കണ കണ്ട. അതെന്തായാലും കൊള്ളാം ഗൈസ്, അതെന്തായാലും കൊള്ളാം. ഇപ്പറ നല്ല തിരക്ക്, സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്ക്. ഇപ്പഴാണ് സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കൊക്കെ വന്ന് തുടങ്ങിയേട്ടാ. കൊള്ളാം ഗൈസ്, കൊള്ളാം. നല്ല ഇപ്പൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണ്ടേട്ടാ. പക്ഷെ അധികം സാധനങ്ങളൊന്നും മേടിക്കല്ല. അത് കഷ്ടാണ്. ഇത് നമുക്ക് ലെവൽ 5 ആവുകയാണെങ്കിലല്ലേ ഗൈസ് നെക്സ്റ്റ് സ്റ്റോറുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനു മുമ്പേ നമ്മുടെ ഇപ്പൊ ഓൾറെഡി ഉള്ള സ്റ്റോർ ഉണ്ടല്ലോ, നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ആക്കാം. എന്നിട്ട് ബാക്കി സ്റ്റോറുകളൊക്കെ ഓപ്പൺ ചെയ്ത പോലെ. ഇന്നിപ്പോ നമ്മൾ 2 സ്റ്റോർ ഓപ്പൺ ചെയ്തല്ല, ഒരു ടോയ് ഷോപ്പും ഒരു സൂപ്പർ മാർക്കറ്റ്. ടോയ് ഷോപ്പിൽ കൂടുതൽ ആൾക്കാർ വന്ന് ഗൈസ്. ഇപ്പോഴാണ് ആൾക്കാർ കൂടുതൽ വന്ന് തുടങ്ങിയിട്ടാ. ആൾക്കാർ ശരിക്കും കൂടുതൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ആദ്യം വിചാരിച്ച പോലെ അല്ലടാ. ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ പെട്ടെന്ന്